പൊതുവരുമാനം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് പൊതുവരുമാനം എന്നാണ്. 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയാണ് വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. സർക്കാരിൻ്റെ മൊത്തം വരുമാനമാണ് പൊതുവരുമാനം എന്ന് പറയുന്നത്. അഥവാ സർക്കാരിൻ്റെ ഒരു വർഷത്തെ മൊത്തം വരുമാനത്തെ പൊതുവരുമാനമെന്ന് പറയും. സർക്കാരിന് ചെലവുള്ളത് കൊണ്ട് തന്നെ അവയെ നേരിടാനായിട്ട് വരുമാനം അത്യാവശ്യമാണ്. സർക്കാരിൻ്റെ എല്ലാ സ്രോതസ്സിൽ നിന്നു കൂടി ലഭിക്കുന്ന മൊത്തം വരുമാനമാണ് പൊതുവരുമാനമെന്ന് പറയുന്നത്. നാം കൊടുക്കുന്ന നികുതിയാണ് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ് എന്ന് പറയുന്നത്. അതുകൂടാതെ ഫീസുകൾ, ഫൈനുകൾ, ലാഭം, പലിശ എന്നിങ്ങനെ പല സ്രോതസ്സിൽ നിന്നായി സർക്കാരിന് വരുമാനം ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ ലഭിക്കുന്ന മൊത്തം വരുമാനത്തെ പൊതുവരുമാനമെന്ന് പറയും. പൊതുവരുമാനത്തെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. നികുതി വരുമാനമെന്നും നികുതിയേതര വരുമാനമെന്നും രണ്ടായിട്ട് തരംതിരിക്കാം. എന്താണ് നികുതി വരുമാനം? നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് നികുതി വരുമാനം. സർക്കാരിന് നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനത്തെ നികുതി വരുമാനമെന്ന് പറയാം. നമ്മുടെ നാട്ടിൽ ധാരാളം നികുതികളുണ്ട്. വ്യക്തിഗത ആദായ നികുതി, കമ്പനി നികുതി അഥവാ കോർപ്പറേറ്റ് നികുതി, ഭൂനികുതി, വസ്തുനികുതി, GST എന്നിങ്ങനെ ധാരാളം നികുതികളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവയെല്ലാം നികുതി വരുമാനത്തിന് ഉദാഹരണമാണ്. രണ്ടാമത്തേതാണ് നികുതിയേതര വരുമാനം. നികുതിയല്ലാതെ മറ്റു രൂപത്തിൽ സർക്കാരിന് ലഭിക്കുന്ന വരുമാന സ്രോതസ്സുകളാണ് നികുതിയേതര വരുമാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫീസുകളായിട്ട് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സേവനങ്ങൾ ലഭിക്കാനായി നാം നൽകുന്ന ഫീസ്, ആ തുകക്ക് പറയുന്ന പേരാണ് ഫീസ് എന്ന് പറയും. മറ്റൊന്നാണ് ഫൈനുകളും പെനാൽറ്റികളും. നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് ശിക്ഷയായിട്ട് ലഭിക്കുന്നതാണ് ഫൈനുകളും പെനാൽറ്റികളും. മറ്റൊന്നാണ് ഗ്രാൻറ്റ്. ഒരു സർക്കാർ മറ്റൊരു സർക്കാരിന് നൽകുന്ന ധനസഹായമാണ് ഗ്രാൻറ്റ്. സർക്കാരിൻ്റെ മറ്റൊരു നികുതിയേതര വരുമാന സ്രോതസ്സാണ് പലിശ. മറ്റൊന്ന് ലാഭം. ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഉണ്ടാക്കുന്ന ലാഭം സർക്കാരിൻ്റെ ഒരു നികുതിയേതര വരുമാന സ്രോതസ്സാണ്. അപ്പോൾ ഇതെല്ലാമാണ് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട നികുതിയേതര വരുമാന സ്രോതസ്സുകൾ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. സംശയങ്ങളുണ്ടെങ്കിൽ കമൻസായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനായി ശ്രമിക്കുക. നന്ദി.